എല്ലാവർക്കും SCERT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 77/2022 പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഏത് സംസ്ഥാനം? അത് പഞ്ചാബ്. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനമാണ് മണിപ്പൂരാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച ഡേറ്റാണ് 2019 ജൂലൈ 22. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച ഡേറ്റ് എന്നാണ് 2019 ജൂലൈ 22-നാണ്. 2022 കേരളത്തിൽ നിന്നും പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തകയാണ് KV റാബിയ. KV റാബിയ ഈ അടുത്ത് അന്തരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? അവർ KV റാബിയ കേട്ടോ. KV റാബിയ. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലമാണ് ദ്രാസ്. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലമാണ് ദ്രാസാണ്. ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമിയാണ് ലഡാക്ക്. ഇന്ത്യയിലെ ശീതമരുഭൂമിയാണ് ലഡാക്ക്. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലമാണ് ദ്രാസ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് രാജ്യത്താണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? അത് നേപ്പാളിലാണ്. ദേശീയപാത 1, അതായത് നാഷണൽ വാട്ടർവേസ് 1 ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? അലഹബാദ് ടു ഹാൽഡിയ. അലഹബാദ് ടു ഹാൽഡിയാണ് നാഷണൽ വാട്ടർവേസ് 1 ബന്ധിപ്പിക്കുന്നത്. അലഹബാദ് ടു ഹാൽഡിയാണ് ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? അത് ലിഗ്നൈറ്റ് ആണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ജാരിയയിലാണ്. ജാരിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ഡിഗ്ബോയി ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ഡിഗ്ബോയി ആണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പ്ലേസാണ് റോഹ ടു മാംഗ്ലൂർ. റോഹ ടു മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പ്ലേസ്. ഏതൊക്കെയാണ്? റോഹ മുതൽ മംഗലാപുരം വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം 3-ലാണ്. സെക്കൻഡ് ഓപ്ഷനാണ് റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ കടം കൊണ്ടത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ന്യായവാദ അർഹമാണ്. കറക്റ്റാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് സ്വത്തവകാശത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അതോ കറക്റ്റാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്? 1, 3, 4. ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദത്തിന് അർഹമാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങളും കടം കൊണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണെന്ന്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ. ഫസ്റ്റ് ഓപ്ഷനാണ് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ്. സെക്കൻഡ് ഓപ്ഷനാണ് പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. അതും മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും
പുരുഷന്മാർക്കും തുല്യമായ വേതനം, തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതല്ല. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, അതും മൗലിക കടമകൾ ഉൾപ്പെടുന്നതല്ല, അത് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഉൾപ്പെടുന്നത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ഈ 2 ഓപ്ഷനാണ് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നവ. ശരിയായ പ്രസ്താവന ഏത്? ഫസ്റ്റ് ഓപ്ഷനാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷനാണ് ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റോ? അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കറക്റ്റാണ് ആൻസർ. സെക്കൻഡ് ഓപ്ഷന് 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ആ ഓപ്ഷൻ തെറ്റാണ്. 76ാം ഭരണഘടനാ ഭേദഗതിയല്ല, 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷനാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. കറക്റ്റ് ഓപ്ഷനാണത്. തെറ്റായിട്ടുള്ളത് 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയ തെറ്റാണ്. അത് 86ാം ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട്